ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലോട്ട് സ്വാഗതം. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു അവൽ പായസത്തിൻ്റെ റെസിപ്പിയുമായിട്ടാണ്. വളരെ എളുപ്പത്തിൽ നമുക്ക് റെഡിയാക്കി എടുക്കാൻ പറ്റുന്ന ഈ ഒരു അവൽ പായസം എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് കണ്ടു നോക്കിയാലോ. എന്നാൽ നമുക്ക് വീഡിയോയിലോട്ട് പോകാം. ഇതിനു വേണ്ടിയിട്ട് ഒരു പാത്രം അടുപ്പിലേക്ക് വെക്കാം. അതിലേക്ക് 2 ടീസ്പൂണ് നെയ്യ് ഒഴിച്ചു കൊടുക്കാം. നെയ്യൊന്ന് ചൂടായി വരുമ്പോൾ ഇതിലേക്ക് കുറച്ച് അണ്ടിപ്പരിപ്പ് ചേർത്ത് കൊടുക്കാം. ഇതൊന്ന് നന്നായിട്ടൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം. തീ ഒരു ലോ ഫ്ലെയിമിൽ ഇട്ട് കൊടുത്താൽ മതി. ഇപ്പോൾ അണ്ടിപ്പരിപ്പ് ഇവിടെ റോസ്റ്റ് ആയി കഴിഞ്ഞിട്ടുണ്ട്. ഇതിലേക്ക് കുറച്ച് ഉണക്കമുന്തിരി ചേർത്ത് കൊടുക്കാം. അതും കൂടി നന്നായിട്ടൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം. ഇപ്പോൾ ഇത് രണ്ടും നന്നായിട്ട് റോസ്റ്റായി വന്നിട്ടുണ്ട്. ഇതിനി ഒരു പാത്രത്തിലേക്ക് മാറ്റി വെക്കാം. ബാക്കി വരുന്ന നെയ്യിലേക്ക് 1 കപ്പ് അവൽ ചേർത്ത് കൊടുക്കാം. നല്ല കട്ടിയുള്ള അവലാണ് ഇവിടെ എടുത്തിരിക്കുന്നത്. ഇത് നന്നായിട്ടൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം. അവൽ പായസത്തിന് എപ്പോഴും നല്ല കട്ടിയുള്ള അവലെടുക്കുന്നതാണ് നല്ലത്. ഇതൊരു 4-5 മിനിറ്റ് നേരം നന്നായിട്ട് റോസ്റ്റ് ചെയ്തെടുക്കാം. ഇപ്പോൾ ഇത് നന്നായിട്ട് ക്രിസ്പിയായി വന്നിട്ടുണ്ട്. ഇതിനി ഒരു പാത്രത്തിലേക്ക് മാറ്റി വെക്കാം. ഇനി അടി കട്ടിയുള്ള ഒരു പാത്രം അടുപ്പിലേക്ക് വെക്കാം. ഇതിലേക്ക് 1/4 കപ്പ് പഞ്ചസാര ചേർത്ത് കൊടുക്കാം. പഞ്ചസാര ഇട്ടതിന് ശേഷം ഇളക്കരുത്. ഇത് നന്നായിട്ടൊന്ന് മെൽറ്റ് ചെയ്ത് വരട്ടെ. തീ ലോ ഫ്ലെയിമിലേക്ക് ഇട്ട് കൊടുക്കേണ്ടതാണ്. ഇപ്പോൾ ഇതിൻ്റെ അരികൊക്കെ നന്നായിട്ട് കളറ് ചേഞ്ചായി വന്നിട്ടുണ്ട്. ഈ ടൈമിൽ ഒന്ന് ഇളക്കി കൊടുക്കാം. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ നെയ്യ് ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കാം. വല്ലാതെ ബ്രൗൺ കളറാക്കി എടുക്കരുത്. ഇതിലേക്ക് 1 ലിറ്റർ പാല് ഒഴിച്ചു കൊടുക്കാം. ആദ്യം 1/2 ലിറ്റർ പാലാണ് ഒഴിച്ചു കൊടുത്തിരിക്കുന്നത്. അതിനുശേഷം 1/2 ലിറ്റർ പാൽ കൂടി ഒഴിച്ചു കൊടുത്ത് നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ചെടുക്കാം. പാല് നന്നായിട്ട് തിളച്ച് വരട്ടെ. ഇപ്പോൾ പാല് നന്നായിട്ട് തിള വന്നിട്ടുണ്ട്. ഇനി നമ്മൾ നേരത്തെ റോസ്റ്റ് ചെയ്ത് മാറ്റി വെച്ചിരിക്കുന്ന അവൽ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇതൊരു 10 മിനിറ്റ് നേരം നന്നായിട്ട് ഇളക്കി കൊടുത്ത് വേവിച്ചെടുക്കാം. നിങ്ങൾ വെള്ള അവിലാണ് എടുക്കുന്നതെങ്കിൽ ഒരു 5-6 മിനിറ്റ് നേരം വേവിച്ചെടുത്താൽ മതി. ഇതിലേക്ക് 1/4 കപ്പ് പഞ്ചസാര ചേർത്ത് കൊടുക്കാം. അവൽ നന്നായിട്ട് വെന്തതിന് ശേഷമാണ് പഞ്ചസാര ചേർത്തിരിക്കുന്നത്. അപ്പോൾ മൊത്തം 1 കപ്പ് പഞ്ചസാരയാണ് ചേർത്തിരിക്കുന്നത്. ആദ്യം നമ്മൾ മെൽറ്റ് ചെയ്യാൻ 1/4 കപ്പ് പഞ്ചസാര എടുത്തിരുന്നു. അതിനുശേഷം ഇപ്പോൾ 1/4 കപ്പാണ് എടുത്തിരിക്കുന്നത്. ഇനി ഇതിലേക്ക് കുറച്ച് ഏലക്കാപ്പൊടി ചേർത്ത് കൊടുക്കാം. നേരത്തെ റോസ്റ്റ് ചെയ്ത് മാറ്റി വെച്ചിരിക്കുന്ന അണ്ടിപ്പരിപ്പും കിസ്മിസും ഇട്ട് കൊടുക്കാം. അങ്ങനെ നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള അവൽ പായസം ഇവിടെ റെഡി ആയിട്ടുണ്ട്. സദ്യകൾക്കൊക്കെ വിളമ്പാൻ പറ്റുന്ന, പെട്ടെന്ന് റെഡിയാക്കി എടുക്കാൻ പറ്റുന്ന ഒരു ടേസ്റ്റി ആയിട്ടുള്ള പായസമാണിത്. നിങ്ങളെല്ലാവരും തീർച്ചയായിട്ടും ഇത് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത്. പുതുതായി ഏതെങ്കിലും കൂട്ടുകാർ ചാനൽ കാണുന്നുണ്ടെങ്കിൽ ചാനലിനെ സപ്പോർട്ട് ചെയ്ത് സബ് ചെയ്യാനും കൂടി മറന്നു പോകരുത്. വലതുവശത്ത് കാണുന്ന ബെല്ലൈക്കൻ ക്ലിക്ക് ചെയ്ത് ഓളെന്ന് പ്രസ് ചെയ്താൽ മാത്രമേ ഞാനിടുന്ന അടുത്ത വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ. അടുത്ത നല്ലൊരു വീഡിയോയുമായി വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ.